Hi friends, welcome to GST Part 4. Objectives of GST: One Nation, One Tax. After the implementation of GST, India having one indirect tax, that is GST. Consumption-based tax instead of manufacturing. GST is a consumption-based multi-state tax. GST is charged on supply of goods or services. In case of some taxes, previous taxes like excise duty, it is levied on production or manufacture of goods. Uniform tax and procedures, that is registration, input tax credit and tax payment all over India. To eliminate cascading effect of indirect taxes. To subsume all indirect taxes at central and state level. To increase compliance. To increase productivity. To reduce tax evasion, corruption and black money. Black money means untaxed income. Tax evasion and corruption lead to accumulation of black money. Under GST, every transaction is digitally recorded and monitored. So, tax evasion, corruption and black money will be reduced. GSTയുടെ ഒബ്ജക്റ്റീവ്സ്: ഇന്ത്യക്ക് മൊത്തമായിട്ട് ഒരൊറ്റ ഇൻഡയറക്റ്റ് ടാക്സ് നടപ്പിൽ വരുത്തുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ കൺസംഷൻ ബേസ്ഡ് ടാക്സ്, മാനുഫാക്ചറിങ്ങിനെ ബേസ് ചെയ്തൊക്കെ ടാക്സുകൾ ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ഒരു കൺസംഷൻ ബേസ്ഡ് ടാക്സ് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ പല ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഓരോ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും പ്രൊസീജിയേഴ്സ് ഡിഫറെൻ്റ് ആയിരുന്നു. സ്റ്റേറ്റ് ലെവലിലും സെൻട്രൽ ലെവലിലും പല ടാക്സുകളുണ്ടായിരുന്നു. ഇത് ഓരോ ടാക്സിൻ്റെയും പ്രൊസീജിയേഴ്സ് ഡിഫറെൻ്റ് ആയിരുന്നു. അത് എല്ലാം ഒരുപോലെയാക്കുക, അതിൻ്റെ രജിസ്ട്രേഷൻ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും ടാക്സ് പേയ്മെൻറ്റും ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ഒരേ രീതിയിലാക്കുക. അല്ലെങ്കിൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് കൂടുതലാണ്. ടു എലിമിനേറ്റ് കാസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. കാസ്കേഡിംഗ് എഫക്റ്റ് ഒഴിവാക്കുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. To subsume all indirect taxes at central and state level. സെൻട്രൽ ലെവലിൽ സ്റ്റേറ്റ് ലെവലിലുള്ള എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളും കൂടി മെർജ് ചെയ്ത് ഒരൊറ്റ ടാക്സ് ആക്കുക. ടു ഇൻക്രീസ് കംപ്ലൈൻസ്. ആൾക്കാരെ ടാക്സ് രജിസ്ട്രേഷൻ എടുക്കുന്നതും പേയ്മെൻറ്റ് നടത്തുന്നതുമൊക്കെ കൂട്ടുക. അതായത് ആൾക്കാർ ടാക്സ് സിസ്റ്റം കൂടുതൽ ഫോളോ ചെയ്യുന്നതിന് വേണ്ടി. ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റം ആണെങ്കിൽ ഒറ്റ രജിസ്ട്രേഷൻ എടുത്താൽ മതി, ഒറ്റ ടാക്സ് മാത്രം ഫോളോ ചെയ്താൽ മതി. അല്ലാത്ത കേസിൽ പല ടാക്സുകളാകുമ്പോൾ ഒരു ടാക്സ് പെയർ എല്ലാ ടാക്സിൻ്റെ രജിസ്ട്രേഷനും എടുക്കണം, എല്ലാ ടാക്സ് സിസ്റ്റവും ഫോളോ ചെയ്യണം, എല്ലാ ടാക്സിനെ കുറിച്ചുമുള്ള അവയർനെസ് ഉണ്ടാവണം. എന്നാൽ GST ഒറ്റ ടാക്സ് ആകുന്നത് കൊണ്ട് തന്നെ കംപ്ലൈൻസ് കൂടും. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. ഇവിടെ GSTയിൽ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്, അതുപോലെ തന്നെ ഡബിൾ ടാക്സേഷൻ ഇവയൊക്കെ ഒഴിവാകുന്നത് കൊണ്ട് തന്നെ അസസിയെ സംബന്ധിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറയുന്നത് പ്രൊഡക്ടിവിറ്റി കൂടുന്നതിന് കാരണമാകും. ടു റെഡ്യൂസ് ടാക്സ് ഇവേഷൻ, കറപ്ഷൻ ആൻഡ് ബ്ലാക്ക് മണി. ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ അൺടാക്സ്ഡ് ഇൻകമാണ്. ടാക്സ് ഇവേഷൻ, ടാക്സ് പെയറുടെ കയ്യിൽ ബ്ലാക്ക് മണി ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. കറപ്ഷൻ, ടാക്സ് ഒഫീഷ്യൽസിൻ്റെ കയ്യിൽ അൺടാക്സ്ഡ് ഇൻകം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. GSTയിൽ എല്ലാ ട്രാൻസാക്ഷനും ഡിജിറ്റലായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ
ഡിജിറ്റലായിട്ട് മോണിറ്റർ ചെയ്യുന്നു, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടാക്സ് ഇവേഷനും കറപ്ഷനും ഇല്ലാതെയാകുന്നു. അതുകൊണ്ട് ബ്ലാക്ക് മണി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ് ഓഫ് GST ഫോർ ദ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. GSTയുടെ അഡ്വാൻറ്റേജിനെ അല്ലെങ്കിൽ ബെനിഫിറ്റിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫോർ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി, ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, ഫോർ ദ കൺസ്യൂമർ. ഫസ്റ്റ് വൺ, ഫോർ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. Easy compliance. A robust and comprehensive IT system is the foundation of GST in India. All services such as registration, returns, payment, etc. is available to the taxpayers online, which will make compliance easy and transparent. GSTയിൽ കംപ്ലയൻസ് സിമ്പിളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. GST ഫോളോ ചെയ്യാൻ, അതായത് രജിസ്ട്രേഷൻ എടുക്കാനും പേയ്മെൻറ്റ് നടത്താനും റിട്ടേൺ ഫയൽ ചെയ്യാനുമൊക്കെ വളരെ ഈസിയാണ്. GSTയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് GST കോമൺ പോർട്ടൽ വഴിയാണ്. GSTയിൽ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് ആണ് ചെയ്യുന്നത്. ഒരു നല്ലൊരു IT സിസ്റ്റത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് GSTയിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. രജിസ്ട്രേഷൻ തുടങ്ങി റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത്, പേയ്മെൻറ്റ് നടത്തുന്നത് എല്ലാം ടാക്സ് പേയേഴ്സ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. ഇത് ടാക്സ് പേയേഴ്സിനെ സംബന്ധിച്ച് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് സിമ്പിളാകുന്നുണ്ട്. അതുപോലെ തന്നെ ടാക്സ് സിസ്റ്റം കൂടുതൽ സുതാര്യമാകുന്നതിനും കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ്, uniformity of tax rate and structures. GST will ensure that indirect tax rate and structures are common across the country, thereby increasing certainty and ease of doing business. മുൻപ് ഡിഫറെൻ്റ് ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പല ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ GST നിലവിൽ വന്നപ്പോൾ ഒരൊറ്റ ടാക്സ് റേറ്റ്, അതുപോലെ തന്നെ ടാക്സ് സ്ട്രക്ചർ ഇന്ത്യയിൽ നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് ടാക്സ് സിസ്റ്റം ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ടാക്സ് സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ടാക്സ് പേയ്മെൻറ്റ് നടത്താനും റേറ്റ് ഓഫ് ടാക്സ് മനസ്സിലാക്കുന്നതിനുമൊക്കെ വളരെ ഈസി ആയിട്ടുണ്ട്. GST make doing business in the country tax neutral irrespective of the choice of place of doing business. GST ഇന്ത്യയിൽ മൊത്തം ഒരേ രീതിയിൽ ആപ്ലിക്കബിൾ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എവിടെ ബിസിനസ് ചെയ്താലും ഒരേ ടാക്സ് തന്നെയാണ് അടയ്ക്കേണ്ടി വരുന്നത്. GST നിലവിൽ വരുന്നതിന് മുമ്പ് പല സ്റ്റേറ്റ് ലെവൽ ടാക്സുകളും ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ലെവൽ ടാക്സിൻ്റെ കേസിൽ ഓരോ സ്റ്റേറ്റിലും ടാക്സ് റേറ്റ് ഡിഫറൻ്റ് ആയിരുന്നു, ടാക്സിൻ്റെ പ്രൊസീജിയേഴ്സ് ഡിഫറൻ്റ് ആയിരുന്നു. എന്നാൽ GST ഇന്ത്യ മൊത്തം ഒരേ രീതിയിലാണ് GSTയിൽ ടാക്സ് റേറ്റുകൾ വരുന്നത്, ടാക്സേഷൻ പ്രൊസീജിയേഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എവിടെ ബിസിനസ് ചെയ്താലും ഒരേ രീതിയിൽ തന്നെയാണ് ടാക്സ് വരുന്നത്. നെക്സ്റ്റ്, എലിമിനേഷൻ ഓഫ് ചെക്ക് പോസ്റ്റ്. Elimination of check post at state borders has enabled free movement of raw materials and finished goods. It avoids unwanted delay in transportation. നേരത്തെ പഴയ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റത്തിൽ സ്റ്റേറ്റ് ബോർഡറുകളിൽ, ഓരോ സ്റ്റേറ്റിൻ്റെയും ബോർഡറുകളിൽ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് ഗുഡ്സും ഒക്കെ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അവിടെ ഡിലേ വരുമായിരുന്നു. അങ്ങനെ ഒരു അൺവാണ്ടഡ് ഡിലേ, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകുന്ന ഒരു അൺവാണ്ടഡ് ഡിലേ ഒഴിവാക്കാനായിട്ട് GST വന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് സാധ്യമാകുന്നുണ്ട്.
നെക്സ്റ്റ്, റിമൂവൽ ഓഫ് കാസ്കേഡിംഗ്. A system of seamless tax credit throughout the value chain and across boundaries of state will ensure that there is a minimal cascading of taxes. This will reduce hidden cost of doing business. GSTയിൽ സീംലെസ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം എല്ലാ ടാക്സ് പേയ്മെൻറ്റുകളും GSTയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബൗണ്ടറികൾ അനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും യാതൊരുവിധ ഡിഫറൻസുകളും ടാക്സ് റേറ്റിലോ ടാക്സ് പ്രൊസീജിയേഴ്സിലോ ഒന്നും വരുന്നില്ല. കാസ്കേഡിംഗ് ഇഫക്റ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കാസ്കേഡിംഗ് ഇഫക്റ്റ് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇല്ലാതാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ കോസ്റ്റ് കുറയുന്നതിന് കാരണമാകുന്നു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റാത്ത ടാക്സുകളൊക്കെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യപ്പെടുന്നത്. അത് പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ പ്രൈസ് കൂടുന്നതിന് കാരണമാകും, കോസ്റ്റ് കൂടുന്നതിന് കാരണമാകും, അതുപോലെ തന്നെ പ്രൈസ് കൂടുന്നതിന് കാരണമാകുന്നു. എന്നാൽ ഇവിടെ എല്ലാ ടാക്സുകളും, എല്ലാ ടാക്സ് പേയ്മെൻറ്റുകൾക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കോസ്റ്റ് കുറയുന്നതിന് സഹായിക്കുന്നു. നെക്സ്റ്റ്, ഇംപ്രൂവ്ഡ് കോമ്പറ്റീറ്റീവ്നെസ്. റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇവഞ്ച്വലി ലീഡ് ടു ആൻ ഇംപ്രൂവ്ഡ് കോമ്പറ്റീവ്നെസ് ഫോർ ദ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. കോസ്റ്റ് കുറയുന്നത് കൊണ്ട് തന്നെ, ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും കോസ്റ്റ് കുറയുന്നതുകൊണ്ട് തന്നെ ഇത് ഈ ഇൻഡസ്ട്രീസ് കൂടുതൽ പ്രൈസ് കോമ്പറ്റീറ്റീവ് ആകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. കുറഞ്ഞ കോസ്റ്റ് ആകുന്നത് കൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ സെയിൽ നടത്താനായിട്ട് പറ്റുന്നു. ഗെയിൻ ടു മാനുഫാക്ചേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ്. The subsuming of major central and state taxes in GST, complete and comprehensive set-off of input goods and services, and phasing out of central sale tax would reduce the cost of locally manufactured goods and services. This will increase the competitiveness of Indian goods and services in the international market and give boost to Indian export. The uniformity in tax rate and procedures across the country will reduce the complaints cost. GSTയിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലെവി ചെയ്തിരുന്ന എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളും സബ്സ്യൂം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇൻപുട്ടായിട്ട് മേടിച്ച എല്ലാ ഗുഡ്സിനും സർവീസിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ സെയിൽ ടാക്സ് ഒഴിവാക്കിയത് വഴി സെൻട്രൽ സെയിൽ ടാക്സ് ഇൻ്റർസ്റ്റേറ്റ് സെയിൽസിൻ്റെ കേസിലായിരുന്നു ആപ്ലിക്കബിൾ ആയിരുന്നത്. ലോ റേറ്റിൽ ഇൻ്റർസ്റ്റേറ്റ് പർച്ചേസ് നടത്തുന്നതിന് ഫോം പോലുള്ള ഫോമുകൾ ആപ്ലിക്കബിൾ ആയിരുന്നു. അത് ഇല്ലാത്ത പക്ഷം നമ്മൾ വാറ്റ് റേറ്റിൽ തന്നെ പർച്ചേസ് ചെയ്യണമായിരുന്നു. ഇവിടെ ഇൻട്രാ-സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസും ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷനും ഒറ്റ ടാക്സ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത് വഴിയായിട്ട് എല്ലാ ടാക്സുകൾക്കും, എല്ലാ ടാക്സ് ഓൺ പർച്ചേസുകൾക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്. ഇത് കോസ്റ്റ് കുറയുന്നതിന് കാരണമായി. ഇത് കോസ്റ്റ് കുറയുന്നത് ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആകുന്നതിന് കാരണമായിട്ടുണ്ട്. ഒരൊറ്റ ടാക്സ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ, ഒരൊറ്റ ടാക്സ് സിസ്റ്റം അതുപോലെ തന്നെ ഒരൊറ്റ ടാക്സ് റേറ്റ് എല്ലായിടത്തും
ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു സർവീസിന് ഒരേ ടാക്സ്, ഇത് കംപ്ലയൻസ് കോസ്റ്റ് കുറയുന്നതിന് കാരണമായി. പല ടാക്സ് ഉണ്ടെങ്കിൽ ആ എല്ലാ ടാക്സും ഫോളോ ചെയ്യുന്നതിന് കംപ്ലയൻസ് കോസ്റ്റ് കൂടുതൽ വരും. കാരണം ഓരോ ടാക്സ് സിസ്റ്റത്തിനും അനുസരിച്ച് റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് റിട്ടേൺ ഫയൽ ചെയ്യണം, ടാക്സ് പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രൊഫഷണൽസിൽ കൊടുക്കുന്ന ഫീസ് ഒക്കെ ഓരോ ടാക്സിനും സെപ്പറേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളും മെർജ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഒരൊറ്റ ടാക്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുകയും പേയ്മെൻറ്റ് നടത്തുകയും ചെയ്താൽ മതി. അത് കംപ്ലയൻസ് കോസ്റ്റ് കുറയുന്നതിന് കാരണമായി. ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, സിമ്പിൾ ആൻഡ് ഈസി അഡ്മിനിസ്ട്രേഷൻ. Multiple indirect taxes at central and state levels are being replaced by GST. GST is simple and easier to administer than all other indirect taxes of center and states. GSTN make the compliance and administration easier. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ലെവി ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ് ലെവി ചെയ്യുന്നതുമായ പല ടാക്സുകൾ നിലവിലുണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് GST വന്നത്. നിലവിലുണ്ടായിരുന്ന മറ്റ് ടാക്സുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് അഡ്മിനിസ്ട്രേഷൻ, ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് GST സിമ്പിളാണ്. GSTN എന്ന IT പ്ലാറ്റ്ഫോം GSTയുടെ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ ഫോളോ അപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിന് കൂടുതൽ ഈസിയാക്കുന്നുണ്ട്. ബെറ്റർ കൺട്രോൾസ് ഓൺ ലീക്കേജ്. GST result in better tax compliance due to a robust IT infrastructure. Due to the seamless transfer of input tax credit from one stage to another in the chain of value addition, there is an inbuilt mechanism in the design of GST that will incentivize tax compliance by traders. GST ഒരു സ്ട്രോങ് ആയിട്ടുള്ള IT സിസ്റ്റത്തിൽ ബേസ് ചെയ്തുകൊണ്ടാണ്. അത് ടാക്സ് കംപ്ലയൻസ് കൂടുന്നതിന് കാരണമാകുന്നു. കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുന്നത് കൂടുന്നതിന് കാരണമാകുന്നു. ഒരു ട്രേഡറെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ തുടങ്ങി ടാക്സ് പേയ്മെൻറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും, റിട്ടേൺ ഫയലിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് GST കോമൺ പോർട്ടൽ വഴിയാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എല്ലാ കേസിലും ട്രേഡേഴ്സിന് കിട്ടുന്നുണ്ട്. പ്രീവിയസ് സ്റ്റേജിൽ അടച്ച ടാക്സ് അത് കഴിഞ്ഞുള്ള സ്റ്റേജിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ, കൂടുതൽ ട്രേഡേഴ്സ് GST ഫോളോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ എല്ലാ ഇൻപുട്ട് ടാക്സിനും ക്രെഡിറ്റ് അവൈലബിൾ അല്ലായിരുന്നു. നെക്സ്റ്റ്, ഹയർ റവന്യൂ എഫിഷ്യൻസി. GST is expected to decrease the cost of collection of tax revenues of government and will therefore lead to higher revenue efficiency. GST ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കളക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നു. അത് റവന്യൂ കോസ്റ്റ് കുറയുന്നത് റവന്യൂ കൂടുന്നതിന് കാരണമാകുന്നു. മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ് ഉണ്ടായിരുന്ന സമയത്ത് ഓരോ ടാക്സിനും വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആവശ്യമായിരുന്നു. ഓരോ ടാക്സിനും വേണ്ടി പ്രത്യേക ഓഫീസേഴ്സ് വേണമായിരുന്നു. എന്നാൽ GST ഒറ്റ ടാക്സ് ആയതോടുകൂടി ഇൻഡയറക്റ്റ് ടാക്സിൽ വേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം, അതുപോലെ തന്നെ ഓഫീസേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു. IT സിസ്റ്റത്തിൽ ബേസ് ചെയ്തുകൊണ്ട്
GST IT സിസ്റ്റത്തിൽ ബേസ് ചെയ്തതായതുകൊണ്ട് ടാക്സ് കളക്ഷനൊക്കെ കുറച്ചുകൂടി സിമ്പിളായി. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കളക്ഷൻ കോസ്റ്റ് കുറഞ്ഞു. അത് കോസ്റ്റ് കുറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് റവന്യൂ കൂടുന്നതിന് കാരണമാകുന്നു. നെക്സ്റ്റ്, പ്രോഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. അണ്ടർ ദ പ്രീവിയസ് ടാക്സ് സിസ്റ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് caused a lot of confusion and was a litigious issue. GST solved this issue by bringing HSN code. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ പ്രൊഡക്റ്റുകളുടെ ക്ലാസിഫിക്കേഷൻ പലപ്പോഴും കൺഫ്യൂസിംഗ് ആയിരുന്നു. ഓരോ പ്രൊഡക്റ്റ് ക്ലാസിഫിക്കേഷനും വേണ്ടി സെപ്പറേറ്റ് ടാക്സ് റേറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റുകളായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നു അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വരുന്നുണ്ടായിരുന്നു, നിരവധി കേസുകൾ വരുന്നുണ്ടായിരുന്നു. എന്നാൽ GST നടപ്പാക്കിയപ്പോൾ അതിലേക്ക് HSN കോഡ് അപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇല്ലാതെയായി. പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ കൂടുതൽ സിമ്പിളായി. ഫോർ ദ കൺസ്യൂമർ, ഫസ്റ്റ് വൺ, single and transparent tax proportionate to the value of goods and services. Due to multiple indirect taxes being levied by the center and state with the incomplete or no input tax credit available at progressive stages of value addition, the cost of final goods or services were increased due to many hidden taxes in the price. Under GST, there will be only one tax from the manufacturer to the consumer, leading to transparency of taxes paid to the final consumer. ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വാല്യൂ അഡീഷൻ്റെ മേലാണ് GST ഈടാക്കുന്നത്. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഈടാക്കിയിരുന്ന വിവിധങ്ങളായ ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. പല ടാക്സുകൾ പല ഗവൺമെൻറ്റുകൾ ഈടാക്കിയിരുന്നത് കൊണ്ട് തന്നെ പ്രീവിയസ് സ്റ്റേജിൽ കൊടുത്ത ടാക്സിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എല്ലായ്പ്പോഴും പൂർണ്ണമായിട്ട് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാത്ത ടാക്സുകൾ അത് ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റിൻ്റെ ഭാഗമാവുകയും അത് പ്രൈസ് കൂടുന്നതിന് കാരണമാവുകയും ചെയ്തിരുന്നു. എന്നാൽ GSTയിൽ മാനുഫാക്ചർ തുടങ്ങി ഫൈനൽ കൺസ്യൂമേഴ്സ് വരെ എല്ലാവരും കൊടുക്കുന്നത് ഒറ്റ ടാക്സാണ്. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ മാനുഫാക്ചർ കൊടുക്കുന്നത് എക്സൈസ് ഡ്യൂട്ടി ആയിരുന്നു. എന്നാൽ അതിനുശേഷം വരുന്ന സ്റ്റേജിൽ വരുന്ന ആളുകൾ, അതായത് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് ഒക്കെ പേയ്മെൻറ്റ് നടത്തുന്നത് വാറ്റും സെൻട്രൽ സെയിൽ ടാക്സും ഒക്കെ ആയിരുന്നു. ഒരു ടാക്സ് പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ മറ്റൊരു ടാക്സുമായിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റില്ലായിരുന്നു. എന്നാൽ GSTയിൽ മാനുഫാക്ചർ തുടങ്ങി ഫൈനൽ കൺസ്യൂമേഴ്സ് വരെ എല്ലാവരും ഒരേ ടാക്സാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനൽ കൺസ്യൂമർ പേയ്മെൻറ്റ് നടത്തുന്ന ടാക്സ് പൂർണ്ണമായിട്ടും സുതാര്യമാണെന്ന് പറയാനായിട്ട് പറ്റും. ഫൈനൽ കൺസ്യൂമറിന് പേയ്മെൻറ്റ് നടത്തുന്ന ടാക്സ് എമൗണ്ട് എത്രയാണെന്നും എത്രയാണ് ടാക്സ് റേറ്റ് എന്നുമൊക്കെ വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റുന്നു. റിലീഫ് ഇൻ ഓവറോൾ ടാക്സ് ബർഡൻ. Because of efficiency gains and prevention of leakages, the overall tax burden on most commodities will come down, which will benefit consumers. GST സിസ്റ്റം കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. ഗവൺമെൻറ്റിന് കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ടാക്സ് ഇവേഷൻ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കൂടുതൽ സുതാര്യമാണ്. കറപ്ഷൻ കുറയുന്നു. ഗവൺമെൻറ്റിന് കിട്ടാനുള്ള ടാക്സ് മാക്സിമം കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. ടാക്സ്
കാസ്കേഡിങ്ങും അതുപോലെ ഡബിൾ ടാക്സേഷനും പൂർണ്ണമായിട്ട് ഇല്ലാതെയാവുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഓരോ ഗുഡ്സിൻ്റെയും അല്ലെങ്കിൽ സർവീസിൻ്റെയും മേലുള്ള ടാക്സ് കുറയുന്നു. ടാക്സ് കുറയുന്നത് കോസ്റ്റ് കുറയുന്നതിന് കാരണമാകുന്നു. അതുവഴി കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് കുറയുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയൊക്കെ പ്രൈസ് കുറയുന്നത് ഫൈനലായിട്ട് കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റാണ്. നെക്സ്റ്റ്, പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് GST. Most of the points we have already discussed. GST abolishes cascading effect of tax. GST improves tax compliance and reduces procedure cost. Simpler tax system, that is few rates and exemptions. Transparent tax system reduces prices of goods and services and reduces tax burden on consumers. Increases revenues of central and state governments. Indian products become more competitive in international market and GST promote exports. Uniform tax rate and procedures all over India. Simple and easy administration, reduced tax collection cost. Reduces tax evasion and corruption. Elimination of check post. Elimination of check post at state borders enabled free flow of goods and it avoids unwanted delay in transportation. Under GST, electronic way bill is sufficient to monitor movement of goods without much physical verification. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കുന്ന പല ഇൻഡയറക്റ്റ് ടാക്സുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ബോർഡറുകളിൽ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റുകളിൽ പ്രൊഡക്റ്റ് മൂവ്മെൻറ്റുകളൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ടൊക്കെയാണ് സ്റ്റേറ്റ് ബോർഡറുകൾ കടക്കാനായിട്ട് അനുവദിച്ചിരുന്നത്. ഈ പ്രോസസ്സ് പ്രൊഡക്റ്റ് മൂവ്മെൻറ്റുകൾക്കിടയിൽ വളരെ ഡിലേ ഉണ്ടാക്കുന്നതായിരുന്നു. എന്നാൽ GSTയിൽ ഓൺലൈനായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഇ-വേ ബില്ല് മതിയാവും ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിന് വേണ്ടി. പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിന് ഇ-വേ ബില്ല് മതിയാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ഡിലേ ഒഴിവാക്കാനായിട്ട് പറ്റുന്നുണ്ട്. Negative aspects or shortcomings of GST. GST is considered as a single tax system, but in reality it is dual tax in which state and center collect separate tax on a single transaction. GST ഒരു സിംഗിൾ ടാക്സ് ആണ് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഇത് റിയാലിറ്റിയിൽ ഒരു ഡ്യുവൽ ടാക്സ് ആണ്. ഇവിടെ ഒരു ട്രാൻസാക്ഷൻ്റെ മേൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ടാക്സ് രണ്ട് പേരിൽ ഈടാക്കുന്നുണ്ട്. ഒരു ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ്റെ കേസിൽ സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കുന്ന GSTയുടെ പോർഷന് നമ്മൾ CGST എന്നും സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സിനെ SGST എന്നും പറയുന്നു. Majority of dealers were not covered with the central excise but are only paying VAT in the state. Now all the VAT dealers are required to pay CGST. സെൻട്രൽ എക്സൈസ് മാനുഫാക്ചറേഴ്സ് പേയ്മെൻറ്റ് നടത്തുന്ന ടാക്സ് ആയിരുന്നു. ഡീലേഴ്സ് സാധാരണയായിട്ട് പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്നത് വാറ്റ് അഥവാ സെയിൽ ടാക്സ് ആയിരുന്നു. സെൻട്രൽ എക്സൈസ് ലെവി ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു. എന്നാൽ GST നടപ്പായതോടുകൂടി എല്ലാ ഡീലേഴ്സും, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് വാല്യൂ ആഡഡ് ടാക്സ് മാത്രം അടച്ചിരുന്ന
ഡീലേഴ്സും ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കുള്ള GSTയുടെ പോർഷനായ CGST അടയ്ക്കേണ്ടി വരുന്നു. അതായത് വാറ്റ് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് അടച്ചിരുന്ന ഡീലേഴ്സ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കുള്ള SGST അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കുള്ള CGST അടയ്ക്കേണ്ടി വരുന്നു. അവർക്കതുകൊണ്ട് ടാക്സ് കുറഞ്ഞെന്ന് പറയാനായിട്ട് പറ്റില്ല. Calculation of RNR is very difficult and further government wants to enhance its revenue, hence rate of tax will be a problem. RNR എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റവന്യൂ ന്യൂട്രൽ റേറ്റ് ആണ്. GSTയിലെ റേറ്റുകളൊക്കെ റവന്യൂ ന്യൂട്രൽ റേറ്റ് ആണെന്നാണ് പറയുന്നത്. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ ഗവൺമെൻറ്റിന് കിട്ടിക്കൊണ്ടിരുന്ന ടാക്സ് റവന്യൂ കുറയാതെ GSTയിലും പ്രൊഡക്റ്റുകൾക്കും സർവീസുകൾക്കും ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് RNR എന്ന് ഉദ്ദേശിക്കുന്നത്. പഴയ ടാക്സ് സിസ്റ്റത്തിൽ ഗവൺമെൻറ്റിന് കിട്ടിക്കൊണ്ടിരുന്ന അതേ റവന്യൂ ലോസ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ അതേ റവന്യൂ തന്നെ കിട്ടാനായിട്ട് പ്രൊഡക്റ്റുകൾക്കും സർവീസുകൾക്കും GSTയിൽ ഈടാക്കുന്ന ടാക്സ് റേറ്റിനെയാണ് RNR എന്ന് പറയുന്നത്. അങ്ങനെ GSTയിൽ RNR നടപ്പാക്കണം എന്ന് ഗവൺമെൻറ് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഗവൺമെൻറ്റിന് GST നടപ്പാക്കുന്നതോടുകൂടി റവന്യൂ കൂടണമെന്നും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ടാക്സ് കൂടാതെ റവന്യൂ കൂട്ടുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ റേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ പ്രോബ്ലമാണ്. Next, lesser role to state governments. State governments do not have much role in determining tax rate and procedures because every decision making relating to GST is done by the GST Council. The only option for state government is to raise the matter before the council, in which 75% of majority is required for passing a resolution. GSTയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് റോള് കുറവാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ കുറേയധികം ടാക്സുകളുടെ മേലുള്ള പൂർണ്ണ അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിരുന്നു. എന്നാൽ GSTയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കാര്യമായ റോളില്ലാതെ വന്നിരിക്കുന്നു. GSTയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിസിഷൻ മേക്കിങ്ങും നടക്കുന്നത് GST കൗൺസിലിലാണ്. GSTയുടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് റേറ്റുകൾ തീരുമാനിക്കുന്നത്, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് തീരുമാനിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് GST കൗൺസിലിലാണ്. GST കൗൺസിലിൽ 75% മജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ റെസൊല്യൂഷൻ പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്തെങ്കിലുമൊക്കെ GSTയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ആ മാറ്റർ GST കൗൺസിലിൽ അവതരിപ്പിക്കാവുന്നതാണ്. എന്നാൽ 75% മജോറിറ്റി കൗൺസിലിൽ ഉണ്ടായെങ്കിൽ മാത്രമേ അവരുടെ റെസൊല്യൂഷൻ പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കാര്യമായ റോള് കിട്ടുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. Difficult for small business. Small dealers who are unregistered and those who opt for composition scheme affected by GST because they will not get input tax credit like GST dealers. The goods purchased or services received by them are subject to tax and the sales price of goods will include tax paid by them. So the price of such small firms will be more than the price of the same product charged by a GST registered dealer. GST രജിസ്ട്രേഷൻ എടുക്കുന്ന അല്ലെങ്കിൽ GST ഫോളോ ചെയ്യുന്ന സ്മോൾ ബിസിനസ്സുകാർക്ക് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. സ്മോൾ ഡീലേഴ്സ്, GSTയിൽ രജിസ്ട്രേഷൻ എടുക്കാത്ത ആൾക്കാർ, അതുപോലെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും, അതായത് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർക്കും GSTയിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കും GST ഡീലേഴ്സിന് കിട്ടുന്ന പോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ്
ഗവൺമെൻറ്റിലേക്ക് അവർ അടയ്ക്കുന്ന ടാക്സ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടും. അത് അവർ സെയിൽ നടത്തുന്ന പ്രൊഡക്റ്റിൻ്റെ മേൽ അല്ലെങ്കിൽ സർവീസിൻ്റെ പ്രൈസ് കൂടുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ സെയിം പ്രൊഡക്റ്റ് GST രജിസ്റ്റേർഡ് ഡീലേഴ്സ് വിൽക്കുന്നതിനേക്കാളും കൂടിയ വിലയിലായിരിക്കും സ്മോൾ ഡീലേഴ്സ് വിൽക്കേണ്ടി വരുന്നത്. അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കും. ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ ലോ, റേറ്റ്സ് ആൻഡ് ഫോംസ്. ബീയിങ് എ ന്യൂ ലോ, there are frequent amendments in the law, rate of tax, types of returns, etc. Such changes cause difficulties to all. GST ഒരു പുതിയ ടാക്സ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിനകത്തുള്ള പോരായ്മകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലോയിലും റേറ്റ് ഓഫ് ടാക്സിലും റിട്ടേൺ ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചേഞ്ചസുകൾ, അമെൻമെൻറ്റുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് GST രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഡിലേ ഇൻ ഗെറ്റിംഗ് ഇൻപുട്ട് ക്രെഡിറ്റ് ആൻഡ് റീഫണ്ട്. ദർ ആർ ലോട്ട് ഓഫ് ഡിലേ ആൻഡ് കൺഫ്യൂഷൻസ് ഓൺ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് റീഫണ്ട്. ഹെൻസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ഡീലേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് ആർ ബീയിങ് ബ്ലോക്ക്ഡ് ഫോർ എ ലോങ് ടൈം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നതിനുള്ള താമസവും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലേക്ക് കൂടുതലായിട്ട് അടച്ച ടാക്സ് റീഫണ്ട് കിട്ടുന്നതിനുള്ള താമസവും ഒക്കെ ഡീലേഴ്സിൻ്റെ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ, എക്സ്പോർട്ടേഴ്സിൻ്റെയൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ചധികം നാളത്തേക്ക് ബ്ലോക്കായിട്ട് കിടക്കുന്നതിന് കാരണമാകുന്നു. ഇത് അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കുന്നു, ബിസിനസ്സിനെ ബാധിക്കുന്നു. GST system is fully depend on digital technology and all risk associated with IT applications are prevalent in GST also. Example, server complaints, delay in processing, etc. GST system ഒരു IT ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്. GST രജിസ്ട്രേഷൻ തുടങ്ങി ടാക്സ് പേയ്മെൻറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഓൺലൈനായിട്ടാണ്. GST കോമൺ പോർട്ടൽ വഴിയായിട്ടാണ് ചെയ്യുന്നത്. മറ്റ് IT ആപ്ലിക്കേഷൻസിനൊക്കെ ഉള്ളതുപോലെയുള്ള പ്രശ്നങ്ങൾ, സെർവർ കംപ്ലയിൻസും പ്രോസസ്സിങ്ങിൻ്റെ ഡിലേയും സെക്യൂരിറ്റി ഇഷ്യൂസും ഒക്കെ GSTയിലും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. Goods outside the scope of GST. There are only two types of goods which are outside the purview of GST. First one, alcoholic liquor for human consumption. Second one, specified petroleum products. ഹ്യൂമൻ കൺസംഷന് വേണ്ടിയുള്ള ആൽക്കഹോളിക് ലിക്കർ, സ്പെസിഫൈഡ് പെട്രോളിയം പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഓയിൽ. പെട്രോളിയം ക്രൂഡ് ഓയിലാണ് ഉദ്ദേശിക്കുന്നത്. ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ് പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഓയിൽ ഫ്ലൈറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഫ്യൂവലാണ്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സുകളാണ് GSTയുടെ പരിധിയിൽ നിലവിൽ വരാത്തത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.